മൂന്ന് തരം പേഴ്സണാലിറ്റി ഒരു മനുഷ്യനുണ്ടാവും. ആദ്യത്തെ പേഴ്സണാലിറ്റി ഒരു ടേക്കർ പേഴ്സണാലിറ്റിയാണ്. വെട്ടിപ്പിടിക്കാനും നേടിയെടുക്കാനും ഒക്കെ ഉള്ള ഒരു മിടുക്കുള്ള, എല്ലാം എനിക്ക് വേണം, എനിക്ക് കിട്ടണം, ഈ പറയുന്ന ഒരു പേഴ്സണാലിറ്റി ഉള്ള ആള് സെയിൽസിൽ വന്നാൽ വളരെ പെട്ടെന്ന് സക്സസ്ഫുൾ ആവും. അവരെ സംബന്ധിച്ചോളം മുന്നിലുള്ള പ്രതിസന്ധികളൊക്കെ ഓപ്പർച്യൂണിറ്റി ആക്കി മാറ്റാനും ആ ഓപ്പർച്യൂണിറ്റിയിൽ നിന്ന് നേടിയെടുക്കാനും ഒക്കെ ഉള്ള ഒരു ഇന്റൻസീവ് ഡ്രൈവ് ഉള്ള ആൾക്കാരായിരിക്കും ടേക്കർ പേഴ്സണാലിറ്റി ഉള്ള ആൾക്കാർ. രണ്ടാമത്തെ പേഴ്സണാലിറ്റി മാച്ചർ പേഴ്സണാലിറ്റിയാണ്. ഒരു പാലമിട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇത്തരം ആൾക്കാരും സക്സസ്ഫുൾ ആവും കേട്ടോ. ഇനി ഒരു മൂന്നാമത്തെ തരം ഒരു പേഴ്സണാലിറ്റി ഉണ്ട്. അത് ഒരു ഗിവർ പേഴ്സണാലിറ്റിയാണ്. ഇവർ പെട്ടെന്ന് സക്സസ്ഫുൾ ആവില്ല. ഇവരെ പലരും എളുപ്പത്തിൽ പറ്റിക്കും. കൊടുക്കുന്നവനാ, അവരെല്ലാവർക്കും കൊടുത്തിട്ടിരിക്കുകയാണ്. അവൻ കൊടുത്തുകൊണ്ടേയിരിക്കും. എക്സ്പെക്ടേഷൻ ഇല്ലാതെ സെൽഫ്ലെസ് ആയി മറ്റുള്ളവർക്ക് വേണ്ടി കൊടുക്കാനായി, മറ്റുള്ളവരുടെ അടുത്തേക്ക് പോകാനായി, മറ്റുള്ളവരുടെ ജീവിതം മാറ്റാനായി, മറ്റുള്ളവരുടെ പ്രയാസങ്ങളിൽ ഇടപെടാനായി ഒക്കെ തുനിഞ്ഞിറങ്ങുന്ന ആൾക്കാരാണ്. ദൈവം വിശുദ്ധ ഖുർആനിൽ ഒരു വചനം പറയുന്നുണ്ട്, വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. അതായത് അന്തിമ വിജയം നന്മകൾ പ്രചരിപ്പിക്കുന്ന ആൾക്കാണ്. മനസ്സിലായി. അന്തിമ വിജയം എന്ന് പറയുമ്പോൾ ഒരു ഹിയർ ആഫ്റ്ററിനെ കുറിച്ച് മാത്രമല്ല പറയുന്നത്. ഇവിടെ ജയിക്കും. അന്തിമ വിജയം, ഫൈനൽ സക്സസും വിക്ടറിയും ഗിവറിനാണ് ഉള്ളത്. ഒരു ഗിവറായി മാറിക്കഴിഞ്ഞാൽ യു ക്യാൻ ആക്ച്വലി എൻജോയ് സസ്റ്റൈനബിൾ സക്സസ്.